അനുദിന ജീവിതത്തിലെ നൂലാമാലകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഉറക്കത്തിന്റെ മണിക്കൂറുകൾ കവർന്നെടുക്കുന്നുണ്ടോ? ഉറക്കം നന്നായാലേ നന്നായി ഉണർന്നെണീക്കാനാകൂ. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ വിശുദ്ധന്മാർ പരീക്ഷിച്ചിരുന്ന ഈ പൊടിക്കൈകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഉറങ്ങാൻ പോകും മുൻപ് ബ്രെഡും വെള്ളവും കുടിച്ചിരുന്ന വിശുദ്ധ ഫിലിപ്പ് നേരി അതീവ സന്തോഷവാനും ആതിഥ്യ മര്യാദയുള്ളവനും വളരെ സരസനുമായിരുന്നു ഫിലിപ്പ് നേരി എന്ന വിശുദ്ധൻ. അദ്ദേഹത്തിന്റെ ഭക്ഷണം ബ്രെഡും വെള്ളവും മാത്രമായിരുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപും അദ്ദേഹം കഴിച്ചിരുന്നത് ബ്രെഡായിരുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കാപ്പി കുടിക്കുന്നതും ആൽക്കഹോൾ കുടിക്കുന്നതും ഉറക്കത്തെ നശിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. കിടക്കാൻ പോകുന്നതിന് മുൻപ് കാപ്പിയോ ചായയോ കുടിക്കാതെ ഒരു കഷ്ണം ബ്രെഡും ഏതാനും കവിൾ വെള്ളവും ഒന്ന് കുടിച്ചു നോക്കൂ. വിശുദ്ധ ഫിലിപ്പ് നെരിയെ പോലെ നന്നായി ഉറങ്ങണമെങ്കിൽ ജപമാല ചൊല്ലാം. വിശുദ്ധ ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും പോലെ ഫാത്തിമ മാതാവിന്റെ ദർശനം കിട്ടിയ 2 കുട്ടി വിശുദ്ധരായിരുന്നു വിശുദ്ധ ജസീന്തയും വിശുദ്ധ ഫ്രാൻസിസ്കോയും. എല്ലാ ദിവസവും കൊന്ത ചൊല്ലണമെന്ന് മാതാവ് അവരെ ഉപദേശിച്ചിരുന്നു. ഉറക്കം വരാത്ത സമയങ്ങളിൽ ജപമാല ചൊല്ലി മാതാവിനോട് സഹായം തേടാം. ജപമാല ചൊല്ലിത്തീരുന്നതിന് മുൻപേ നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീണേക്കാം. കൊന്ത ചൊല്ലിത്തീരുന്നതിന് മുൻപ് ഉറങ്ങിപ്പോയാൽ കാവൽ മാലാഖയോട് നിങ്ങൾക്ക് വേണ്ടി അത് പൂർത്തിയാക്കണമേ എന്ന് തുടക്കത്തിലേ പറയുവാൻ മറക്കേണ്ട. വാഴ്ത്തപ്പെട്ട സ്റ്റാൻലി റോദറിനെ പോലെ നടക്കുക. നന്നായി നടന്നാൽ രാത്രി നന്നായി ഉറങ്ങാം. വാഴ്ത്തപ്പെട്ട ഫാദർ സ്റ്റാൻലി റോദർ നടക്കുന്നതിൽ ഇഷ്ടം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു. കർഷക കുടുംബത്തിൽ പിറന്ന അദ്ദേഹം നല്ലൊരു നടത്തക്കാരനായിരുന്നു. പകൽ ശാരീരികമായ അധ്വാനം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉറക്കം വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കഴിയുമെങ്കിൽ വൈകുന്നേരം വീടിന് ചുറ്റും നടക്കുക. വാഴ്ത്തപ്പെട്ട സ്റ്റാൻലി റോദറിനെ പോലെ. വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെ സുഖപ്രദവും ബഹളവുമില്ലാത്തതുമായ ഒരു ബെഡ്റൂം സൂക്ഷിക്കുക. ഉറങ്ങുവാനുള്ള സ്ഥലം അനുദിന ജോലികൾ ചെയ്യുന്ന സ്ഥലം തന്നെ ആയിരിക്കരുത്. ഉറങ്ങുവാനായി സുഖപ്രദവും ശല്യവുമൊന്നുമില്ലാത്തതുമായ ഒരു സ്ഥലം കാത്തു സൂക്ഷിക്കുക. വിശുദ്ധ ബെനഡിക്റ്റ് തന്റെ ശിഷ്യന്മാർക്ക് ഉറങ്ങുവാനുള്ള സ്ഥലം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ബെഡ്റൂമിൽ കിടന്നാൽ ഉറക്കം തനിയെ വരണം. അതിനനുയോജ്യമായ ക്രമീകരണമാണ് റൂമിൽ വരുത്തേണ്ടത്. ദൈവദാസിയായ എലിസബത്ത് ലെസ്യൂറിനെ പോലെ പ്രയർ ജേണൽ സൂക്ഷിക്കുക. ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് ഫ്രഞ്ചുകാരിയും ദൈവദാസിയുമായ എലിസബത്തിനെ പോലെ ഒരു പ്രയർ ജേണൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. എലിസബത്ത് എന്നും തന്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിനായുള്ള പ്രാർത്ഥനകൾ ജേണലിൽ എഴുതി വെക്കുമായിരുന്നു. അന്യർക്ക് നന്മ ചെയ്തതിനു ശേഷം മാത്രം ഉറങ്ങാൻ പോയിരുന്ന ദൈവദാസി ഡൊറോത്തി ഡേ. മറ്റുള്ളവരെ പരിചരിക്കുന്നതിനും അവർക്ക് നന്മ ചെയ്യുന്നതിലും സന്തോഷം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഡൊറോത്തി ഡേ. ഓരോ ദിവസവും അവസാനിക്കുന്നതിന് മുൻപ് അനേകർക്ക് അവളുടെ ഉപവിപ്രവർത്തനങ്ങൾ പങ്കുവച്ചിരുന്നു. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താൽ സംതൃപ്തമായ മനസ്സോടെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാം. ആശങ്കകളെ അകറ്റി ഉറങ്ങാൻ പോയ വിശുദ്ധ പാദ്രേ പിയോ. പ്രാർത്ഥിക്കുക, പ്രതീക്ഷിക്കുക, ആകുലപ്പെടാതിരിക്കുക. അതായിരുന്നു വിശുദ്ധ പാദ്രേ പിയോയുടെ മന്ത്രം. ആകുലതയുണ്ടെങ്കിൽ നമുക്കുറങ്ങാനാകില്ല. അതുകൊണ്ട് ആകുലതകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. നാളെയെക്കുറിച്ച് വിഷമിക്കാതെ ദൈവത്തിന്റെ അനുഗ്രഹം യാചിച്ച് ഉറങ്ങുക.